ഹൈക്കോടതി പറഞ്ഞുവിട്ട ചെയ്യാൻ പാടില്ലാത്തത് ചെയ്ത അഭിഭാഷക കമ്മീഷൻ ASP കുറുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കണക്കുമില്ല. കാര്യം ചെയ്യേണ്ടാത്തത് ചെയ്തിട്ട് പിന്നെ കണക്കെന്തിന് സൂക്ഷിക്കണമെന്ന് കരുതി കാണും. മറുവശത്ത് അജയ് തറയിലിൻ്റെ കയ്യിൽ കണക്കുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 412 ഗ്രാം സ്വർണം 2017 ഭക്തരിൽ നിന്ന് അധികമായി ലഭിച്ചു. കൊടിമര നിർമ്മാണത്തിനായി 9.34 കിലോഗ്രാം സ്വർണ്ണമാണ് ഉപയോഗിച്ചത്. എല്ലാ രേഖകളും മഹസറിലുണ്ടെന്നാണ്. പക്ഷേ ഇതൊന്നും കാണാനില്ല. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലാകുന്നുണ്ട്. ദേവസ്വം വിജിലൻസ് എത്രമാത്രം വെള്ള പൂശിയാലും അല്ലേ? ഈ ആരാധനാലയങ്ങളെല്ലാം മനുഷ്യന്റെ വിശ്വാസത്തിന്റെ മറവിൽ കൊള്ള സങ്കേതങ്ങളാണ് ഭൂരിപക്ഷം ആരാധനാലയം. നമുക്കറിയാം, ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും കൂടെ വന്നപ്പം പ്രധാനമായിട്ട് നമ്മുടെ ആരാധനാലയങ്ങളാണ് കൊള്ളയടിച്ചുകൊണ്ട് പോയത്. അത് പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമാണ് കൊള്ളയടിക്കാൻ പറ്റാതെ പോയത്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വർണ്ണം ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സമ്പത്ത് കുന്നുകൂടുകയും അവിടെ നിന്ന് സമ്പത്ത് മോഷ്ടിക്കുകയും ചെയ്യുന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിലുള്ള ക്ഷേത്രങ്ങൾ നമുക്കറിയാം. നിരവധി ക്ഷേത്രങ്ങൾ, വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചത് പറയുന്നുണ്ട്. അത് മുസ്ലിങ്ങളുടെ ദേവാലയത്തിൽ നിന്നൊക്കെ കൊള്ളയടിച്ചായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? മനുഷ്യന്റെ ഒരു വിശ്വാസം മാത്രമാണ് ദൈവം എന്ന് പറയുന്നത്. അതിന്റെ മറവിൽ കുറെ ആൾക്കാർ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാവും, നമ്മുടെ ദൗർബല്യമാണല്ലോ ഈ വിശ്വാസം എന്ന് പറയുന്നത്. ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുക. ഇവിടെ ശരിയാണ്, ശബരിമല ദേവസ്വത്തിൽ മാത്രമല്ല, നമ്മൾ അന്വേഷിച്ചാൽ കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡുകളിലും ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ വരവുള്ളത് ശബരിമല ദേവസ്വത്തിലായതുകൊണ്ട് അത് കൂടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു. ഇവിടെ ഞങ്ങൾ കോടതിയിലൊക്കെ ഏത് കാര്യങ്ങൾ വന്നാലും കോടതിയിൽ നിന്ന് പലപ്പോഴും ഒരു കമ്മീഷണർ നിയമിക്കും പല കാര്യങ്ങളും അന്വേഷിക്കാനായിട്ട്. ഈ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ കോർട്ട് എന്നാണ്. കോടതിക്ക് എല്ലായിടത്തും എത്താൻ കഴിയാത്തത് കൊണ്ട് കോടതി വരുന്നതായിട്ട്, ഹൈക്കോടതി ആണെങ്കിൽ ഹൈക്കോടതി ജഡ്ജി, മുനിസിപ്പ് ആണെങ്കിൽ മുനിസിപ്പ്, ആ മുനിസിപ്പ് ചെയ്യുന്നതിന് തുല്യമായിട്ട് ആ കമ്മീഷണർ ചെയ്യണമെന്നാണ് എന്റെ കണക്ക്. പക്ഷെ പല കമ്മീഷണർമാരും പലപ്പോഴും സ്വാധീനങ്ങൾക്ക് വഴങ്ങി പല തെറ്റായ റിപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ റിപ്പോർട്ടുകൾ ചെന്നാൽ ആ റിപ്പോർട്ട് സെറ്റസ് ചെയ്യാനുള്ള അധികാരവും പ്രൊസീജിയർ കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യത്തിലേക്ക് പറയാം. ഇവിടെ ASP കുറിപ്പിന് മാത്രമല്ല, കാലാകാലങ്ങളിൽ ശബരിമലയിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ അനുസരിച്ച് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ നിയമിക്കാറുണ്ട്. ഈ അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് ഇവിടുത്തെ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാനുള്ള അധികാരമാണുള്ളത്. അദ്ദേഹമല്ല കണക്ക് സൂക്ഷിക്കുന്നൊന്നും അദ്ദേഹമല്ല. അവിടെ തിരുവാഭരണ കമ്മീഷനുണ്ട്, ദേവസ്വം കമ്മിറ്റിയുണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ട്. അവരൊക്കെയാണ് അവരുടെ കണക്കിന്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കമ്മീഷണർമാർ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമൊക്കെ അവരുടെ താഴെ നിന്ന് പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കാണുന്നതാണ്. കോടതിയിൽ നിന്ന് കമ്മീഷണർമാർ വെക്കും. ഈ കമ്മീഷണർ ചെല്ലുമ്പോൾ വാദിയും പ്രതിയും വക്കീലന്മാരെല്ലാം ഈ കമ്മീഷണർമാർ പറയുന്നതനുസരിച്ച്, കമ്മീഷർക്ക് അങ്ങനെയുള്ള അധികാരമില്ല. കമ്മീഷർക്ക് ഒരു മേൽനോട്ടം മാത്രമാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുക. ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. 2017 ഈ കൊടിമര നിർമ്മാണവും അതുപോലെ തന്നെ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയുണ്ട്, കോൺഗ്രസിന്റെ 2 പ്രതിനിധികളുണ്ട്, ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചാണ്. അവർക്ക് അതിനകത്ത് പിടിച്ചൊരു പിടിവള്ളിയായിട്ട് നിൽക്കാൻ ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചു. പിന്നെ ഇവിടെ കണക്കുകൾ ദേവസ്വം ബോർഡ് മുമ്പുടെ കയ്യിലുണ്ടെന്ന് പറയും. ശരിയാകാം, അദ്ദേഹം ആ മിനിറ്റിൽ ഒപ്പിടുന്നതാണ്. ഇനി അദ്ദേഹം നമ്മൾ പരിശോധിക്കേണ്ടത് ഈ അജയ് തറയിൽ കാണിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കണക്കുകൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഇത് ആർക്കും അറിയാൻ പറ്റും ശരിയാണോ തെറ്റാണോ എന്ന്. അന്ന് തന്നെ 3 കിലോ സ്വർണം ഒരു വ്യാപാരി മാത്രം കൊടുത്തിരുന്നത് പറയുന്നു. 3 കോടി രൂപയാണ് ഒരു വ്യാപാരി കൊടുത്തിരുന്നു. 27 പേരുടെ കയ്യിൽ നിന്ന് സ്വർണങ്ങൾ വാങ്ങിച്ചിരുന്നുവെന്നും ഈ സ്വർണങ്ങൾക്കൊന്നും കണക്കില്ല എന്നും പറയുന്നുണ്ട്. ദേവസ്വം മാനുവലിൽ പറയുന്നത് 3 ഇയർ റെസിപ്റ്റ് അനുസരിച്ച് ഒരു റെസിപ്റ്റ് വാങ്ങിക്കുന്ന കൊടുക്കണം, ബാക്കി 2 റെസിപ്റ്റിന്റെ കസ്റ്റോഡിയൻ ദേവസ്വം കമ്മീഷണർ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ എക്സിക്യൂട്ടീവ് ആയിട്ട് സൂക്ഷിക്കണം, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കണം. അതൊന്നും പാലിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. ആ ഇരുന്ന 3 പേരും, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ 2 പ്രതിനിധികളും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകണം. പിന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് കൊണ്ട് ഹൈക്കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട്. എപ്പോൾ വേണമെങ്കിലും പുനരന്വേഷണത്തിന് ഉത്തരവിടാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്, ഏതൊരു കോടതിക്കുണ്ട്. ഹൈക്കോടതി നിക്ഷിപ്തമായിരിക്കുന്ന അധികാരമാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 2017 അതിന് പുറകോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. കോടാനുകോടി രൂപ വരവുണ്ട്. ഈ വരവിന് കൃത്യമായ കണക്കിൽ ഇപ്പോൾ റിപ്പോർട്ട് വന്നല്ലോ. അവിടുത്തെ ഉദ്യോഗസ്ഥർ ഒരു ദിവസം 5000 10,000 രൂപയൊക്കെ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥർ അവരുടെ ബന്ധുക്കളുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് വെച്ചു. അപ്പോൾ അത് അഴിമതിയല്ലേ?
എങ്ങനെ വരുന്നു? ഒരു ദിവസം 5,000 10,000 രൂപ താഴെ അവിടെ പൈസ എണ്ണാനിരിക്കുന്ന ആളിന്റെയും ശാന്തി അസിസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആളിന്റെയും അവിടെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യാനിരിക്കുന്ന പിള്ളേരൊക്കെ 5,000 6,000 രൂപ ദിവസേന ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇത് ഇന്ന് വരുന്ന നടന്നതല്ല, ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ പണത്തിന്റെയൊക്കെ സോഴ്സ് അന്വേഷിക്കണം, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടത്. ഇതിനകത്ത് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ നോക്കണ്ട. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ BJP-ക്കാർ ഇവിടുത്തെ ദേവസ്വം ബോർഡിലൊന്നും അംഗമായിട്ട് ഇല്ലാത്തത് കൊണ്ട് അവരുടെ പേരിൽ അതിനെ കുറിച്ച് വരില്ല. പക്ഷെ CBI അന്വേഷണം ഇവിടെ പറഞ്ഞല്ലോ, CBI അന്വേഷിച്ച് എത്രയോ കേസുകൾ എങ്ങും എത്താതെ യാതൊരു തുമ്പും കിട്ടാതെ CBI എവിടെല്ലാം പോയിരിക്കുന്നത് എടുത്ത് കളഞ്ഞു വെച്ച് യാതൊരു തുമ്പും കിട്ടാതെ. അതുകൊണ്ട് CBIക്ക് പ്രത്യേകിച്ച് കൊമ്പും തുപ്പിക്കൈയൊന്നുമില്ല. അവര് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. പിന്നെ അവർ അന്വേഷിക്കട്ടെ, ഇടതുപക്ഷം അതിന് സ്വാഗതം ചെയ്തിട്ടുണ്ട്, CBI അന്വേഷിക്കട്ടെ. അപ്പോൾ ഹൈക്കോടതിയാണ് പറയുന്നത്, ഹൈക്കോടതിയിൽ പെറ്റീഷൻ കിടപ്പുണ്ടല്ലോ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്ത പെറ്റീഷൻ ഹൈക്കോടതിയിൽ കിടപ്പുണ്ട്, CBI അന്വേഷിക്കണം വേണ്ട എന്ന്. ഹൈക്കോടതി തീരുമാനിക്കട്ടെ, ഹൈക്കോടതി തീരുമാനിച്ചു വരട്ടെ CBI അന്വേഷിക്കണം വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP എന്നോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഈ പ്രതികളെ യഥാർത്ഥത്തിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം.